ഇത് അവൻ തന്നെ ആയിരിക്കും. ജാഫർ. അവൻ തന്നെയാണ് വന്നതെന്ന് തനിക്ക് തീർച്ചയാണോ? വളരെ വേഗമായിട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബട്ട് ഫിസിക്ക് വെച്ച് നോക്കുമ്പോൾ അത് അവൻ തന്നെ ആകാനാണ് സാധ്യത. താൻ എന്തൊരു ഫൂളിഷ്നെസ് ആയി കാണിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു ഫോണെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഫോൺ ചെയ്തിട്ട് എന്നാത്തിനാ? നിങ്ങൾ എത്തും മുമ്പ് അവൻ അവന്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഷേറ്റ്, തന്റെ ഒരു ഒറ്റ നിർബന്ധം കാരണം പോലീസുകാരെ അവിടുന്ന് മാറ്റിയത്. സാരമില്ല, നാളെ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യാം. അയ്യോ ചതിക്കല്ലേ. നേരം വെളുത്താ കണി കാണുന്ന പോലീസ് തൊപ്പിയ. പിന്നെ അന്നത്തെ ദിവസം പോക്ക. ഏറിയാൽ 1 or 2 days. അതിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. ഇറ്റ്സ് എ ചാലഞ്ച്. ഇന്ന് പുതുവർഷ ആരംഭം. രാവിലെ അനുമോളെ ഫോൺ ചെയ്തു. എനിക്കൊന്നും അറിയണല്ലോ. എന്താ ഞാൻ കാണാൻ പാടില്ല. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സാഹിത്യകാരനോട് കൂടിയിട്ട് ഡയറി എങ്കിലും എഴുതാൻ പഠിച്ചല്ലോ. നേരെ മനസ്സിലിരിക്കട്ടെ. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. അപ്പോ ഇതൊക്കെയാ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഏതൊക്കെ? ഉമ്മ ഉമ്മ ഉമ്മ. ഏതുമ്മയാ? ഐഷുമ്മയോ പാത്തുമ്മയോ? പൂടി അവിടുന്ന്. പിന്നെ ഒരു രജിസ്റ്റർ ലെറ്റർ ഉണ്ടായിരുന്നു. സണ്ണിച്ചാൻ കോടതി പോയല്ലോ. അതൊന്നും സാരമില്ല, ആരെങ്കിലും ഒന്ന് വരച്ചു തന്നാ മതി. മാന്യമിത്രമേ, താങ്കളുടെ മാന്ത്രിക കുതിര എന്ന നോവലിന്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ചു നോക്കി. മനോഹരമായിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞതെന്നറിയില്ല. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രിന്റിംഗ് ആരംഭിക്കാമായിരുന്നു. താങ്കളുടെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും ഈ നോവൽ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വേണ്ടത് ചെയ്യുമല്ലോ. വിധേയൻ, മാത്യു വർഗീസ്. ആഹാ, നീ ഇതപ്പോ വന്നു. എന്നതാണേ, നിന്നെ കണ്ട സിനിമയുടെ ഹീറോ മാതിരി ഉണ്ടല്ലോ. ആകെ അങ്ങ് തടിച്ചുരുണ്ട് കൊഴുത്ത്. എന്താ കഥാ തിരക്കഥാ സംവിധാനമൊക്കെ കൂടാതെ ഇപ്പൊ അഭിനയം തുടങ്ങിയോ? ഓ, ഞാൻ അതൊക്കെ എന്നെ നിർത്തി കലാ കച്ചവടത്തിന് വഴിമാറിക്കൊടുത്തു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിലും പാടത്തുറങ്ങി അധ്വാനിച്ചപ്പോഴല്ലേ എന്റെ സുഖം മനസ്സിലായത്. അവിടുത്തെ കാറ്റിനും വെള്ളത്തിനും ഒക്കെ എന്നാ കുളിർമയെന്നറിയോ? എടാ, വെറുതെ പറഞ്ഞെന്നെ കൊതിപ്പിക്കാതരാ. സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. എന്നാ ചെയ്യാനാ? ഇവിടുത്തെ മുടിഞ്ഞ നിരക്കിനിടയ്ക്ക് സമയം കിട്ടണ്ടേ? ആട്ടെ, നീ എന്നെ അപ്പച്ചനപ്പച്ചയെ കൂട്ടിക്കൊണ്ടു വരാതെ? ഓ, അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ?
ഭരണം എനിക്ക് കൈമാറിയിട്ട് അവര് ഹണിമൂണിന് പോയിരിക്കില്ലയോ? ആഹാ, ഇത്തവണ എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവിടെ ഫെലേക്ക് അടിച്ചു കറങ്ങി വാൾ വെച്ച് നടക്കുന്നുണ്ടാവും. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എനിക്കൊരു ഇത്തിരി പണി കൂടെ തീർക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ തന്നെ പോണം. ഞാൻ ഇച്ഛാൻ വരാൻ വേണ്ടി കാത്തിരിക്കല്ലായിരുന്നോ? ഞാൻ വളം വാങ്ങാൻ വണ്ടി കൊണ്ടുവന്നിരിക്കുക. അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ജോലിക്കാരൻ നിപ്പുണ്ട്. വള സമയത്ത് ചെയ്തില്ലെങ്കിലേ റബ്ബർ പാല് തരത്തില്ല. റബ്ബർ പാല് തന്നില്ലെങ്കിൽ കയ്യിൽ ജോർജ് കുട്ടിയും വരത്തില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ പോവാ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നുണ്ട്. 2 പൂവങ്കോലൊക്കെ ആയിട്ട്. പൂവമ്പഴം എന്ന് പറഞ്ഞാൽ ഇച്ചായന് ജീവനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ. പണ്ട് ബഡ്ജറ്റ് ബോളിൽ ഞാൻ പറയാ. എന്താ ഇതെല്ലാം? ഏയ് ഒന്നുമില്ലെന്നേ, കുറച്ച് ഡ്രസ്സസ് സോണിക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സസ് ഉണ്ടല്ലോ, വെറുതെ എന്തിനാ? ഓ, വൈകിട്ടൊരു പർച്ചേസിംഗ് മൂഡ് തോന്നി. എന്നെ ഇന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല, 2-3 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ, എന്താ നോവൽ സണ്ണിച്ചാൻ കറക്ഷൻ ചെയ്ത് കൊടുക്കാത്തത്? ഏത് നോവൽ? മാന്ത്രിക കുതിര. അത് സണ്ണിച്ചാന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും എന്നല്ലേ അവര് പറയുന്നത്. ഇനി അത് വേണ്ട. എഴുതുമ്പോഴേ ആൻസിക്കത് ഇഷ്ടമല്ല. ഇൻസ്പിറേഷൻ എഴുതിയെടുക്കാൻ അവളുള്ളപ്പോ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്തൊരു ത്രില്ലായിരുന്നു. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ എഴുതി തരാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. ഇതേ ഞാൻ നിനക്ക് സ്പെഷ്യലായി വാങ്ങിയ ഡ്രസ്സാ. ഇതൊന്ന് ഇട്ടുണ്ടോ വന്നേ. പിന്നെ ഇന്നലെ രാത്രി പേടിയും ബഹളമായിട്ടൊക്കെ അങ്ങ് പോയി. ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള ഫസ്റ്റ് നൈറ്റ്. May I come in, sir? സണ്ണിച്ചായ, ഇതെങ്ങനെയുണ്ട്? ആര് പറഞ്ഞു നിന്നോട് ഇതിരാൻ? ഇത് ചേച്ചിയുടെയാ? അതെ, അതുകൊണ്ട് തന്നെ എന്തിനിട്ടോ ഞാൻ ഓരോന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹാൻസിയെ കുറിച്ചുള്ള ഓർമ്മകൾ. നിനക്കതറിയില്ല. സണ്ണിച്ചായ, ഓ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവാൻ. സണ്ണിച്ചായ, Get lost! Get lost! Get lost! ഓൺ ചെയ്യട്ടെ? സോണി, സോണി, സോണി. ഇനിയും പിണക്കം തീർന്നില്ലേ? ഞാൻ അപ്പോഴത്തെ മൂഡിൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. അതിനാണോ ഇപ്പോഴും ഇങ്ങനെ മോന്തയും വീർപ്പിച്ച് കെട്ടി നിൽക്കുന്നത്? ഒന്ന് ചിരിക്കന്റെ പെമ്പിളെ. വരട്ടെ 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 വരട്ടെ, ഇങ്ങ് പോരട്ടെന്ന്. പിന്നെ ഞാനിന്ന് വൈകിട്ട് നേരത്തെ വരും. റെഡിയായിട്ടിരുന്നോണം. നമുക്കൊന്ന് പുറത്തു പോണം. ആദ്യം ഒരു കറക്കം, പിന്നെ ഒരു ഡിന്നർ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മോളു, ഡാഡി വൈകിട്ട് വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഓക്കെ, ഡൺ.
എന്തൊരു പൊടിയാ. അതിന് ഈ മുറി കയറിയിട്ട് കുറെ നാളായില്ലേ? മോളെ, നിന്നോടല്ല ഞാൻ പറഞ്ഞ് പുറത്തു പോയി കളിക്കാൻ. ഈ പൊടി മുഴുവൻ മൂക്കി കയറും. മയെ, മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോ. ശരി ചേച്ചി. വല്ല കോൾഡും പിടിക്കും. മോളെ, നമുക്ക് പുറത്തു പോയി കളിക്കാം. വരുമ്പോ ആ വാക്യൂം ക്ലീനർ ഇങ്ങെടുത്തോ. ശരി. മാന്ത്രിക കുതിര. അധ്യായം 1. മരണത്തിന്റെ നിറം ചുവപ്പാണോ? ഇന്നത്തെ പ്രഭാതത്തിന്റെ മുഖത്തും ചുവപ്പ് നിറം. അനിതയുടെ നിശ്ചലമായ കണ്ണിലും മുഖത്തും ചുവന്ന് കരിവാളിച്ച രക്തപ്പാടുകൾ. ഒരിക്കലും ഉണരാത്ത സുഖനിദ്ര. ആത്മഹത്യ ചെയ്തതിന്റെ ബീഭത്സതകളൊന്നും അവളുടെ മുഖത്ത് ലേശം പോലുമില്ല. നിത്യനിതാന്തത. പാതി മയക്കത്തിലെന്ന പോലെ ഒരു പുൽക്കുടി തുമ്പിനെ നൈർമല്യവുമായി അവൾ ഒരിക്കലും ഉണരാത്ത നിദ്രയുടെ ലോകത്തിലേക്ക് പറന്നു പറന്നു പോയിരിക്കുന്നു. രമേശ് ഇതേക്കുറിച്ച് അറിയുമ്പോൾ എന്തായിരിക്കും? പുറപ്പെടുന്നതിന്റെ തലേ ദിവസം ചേച്ചിയുടെ കത്ത് വന്നു. പതിവ് പോലെ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത കത്ത്. ചേച്ചി ഇങ്ങനെ എഴുതി: അനിയത്തിക്ക്, ഇങ്ങനെ ഒരു കത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കില്ലെന്നറിയാം. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിക്കുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സന്തോഷമോ പരിചരണമോ നൽകുവാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ഭാരമായി ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. എൻ്റെ മോള്, അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നീ വേണം ഇനി അവളെ വളർത്താൻ. മറ്റൊരു സ്ത്രീ എൻ്റെ മോൾ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മോളുടെ അമ്മ എന്നും ഇനി നീ ആയിരിക്കണം. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. നീ ഈ ചേച്ചിയോട് ഓർക്കുമല്ലോ. സസ്നേഹം, ചേച്ചി.